ഹായ് ഫ്രണ്ട്സ്, നീ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. വാളംപുളി വെച്ചിട്ടുള്ള ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് വാളംപുളി എന്ന് പറയുന്നത്. ചിലർ മീൻകറിയിൽ ഉപയോഗിക്കും, അല്ലാതെ സാമ്പാർ നമ്മൾ കറികളിലൊക്കെ വയ്ക്കും. അപ്പോൾ ഒരുണ്ട വാളംപുളി എടുത്തിരിക്കുന്നത്. ഈ വാളംപുളിയിൽ നാടൻ വാളംപുളി കേട്ടോ, പക്ഷെ കുറച്ച് കുരുവൊക്കെ കൂടി കുത്തിയത് കളയാനുണ്ട്. കുറച്ച് കുരുവൊക്കെ, അപ്പോൾ ആ കുരുവൊക്കെ നമുക്ക് ആദ്യം പെറുക്കി കളയാം. പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണ്, ചിലതിനകത്ത് തൊണ്ടുണ്ടാവും, അല്ല ചിലപ്പോൾ കുരു ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഒരു ഉണ്ട എടുത്തിട്ട്, അത് ഉണ്ടയാണോ അപ്പോൾ ഏത് തരത്തിലാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആ സാധനം നേരെ നമ്മൾ എടുത്തിട്ട് ഇതിനകത്തെ ഇതൊക്കെ കളയണം ആദ്യം. അപ്പോൾ ആ കുരുക്കളൊക്കെ നമുക്കിങ്ങനെ പെറുക്കി മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ ഇതിലെ കുരുക്കളൊക്കെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്, ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പീച്ച് ഇതിനെ ഇങ്ങനെ വിതുത്തെടുക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ദേ ഇതിനകത്ത് ഉണ്ടാവണ നാര് അല്ലെങ്കിൽ കുരു ഇതൊക്കെ നമുക്ക് കളയാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കിത് എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ളുപ്പോളം, ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ടിട്ട് 1 സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഉപ്പും അത്രയും മതി കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ നമുക്കിനിയും വേണമെങ്കിൽ ഒരു മയം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. അതിന് നന്നായിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങ് എല്ലായിടത്തോട്ടും കുഴയ്ക്കുക. കാരണം പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ കുരുവൊക്കെ മിച്ചം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുരു നമുക്ക് കിട്ടുന്നതായിരിക്കും, കാരണം അടന്ന് വരും. അപ്പോൾ നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ഉണ്ടോ, അടന്ന് വരുന്നതുണ്ടോ? അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഉണ്ട പിടിച്ച് വെക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്ക് പിടിച്ച് വെക്കാം. അങ്ങനെ ബോൾസാക്കി പിടിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഓരോന്നെടുത്ത് ഉപയോഗിച്ചാലും മതി. കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വെയിലത്ത് വയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ഇത്ര നാളിരുന്നാലും ഇതിന് ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. കുറച്ചുകൂടിയൊക്കെ കുരു ഉണ്ട് കേട്ടോ കളയാൻ വേണ്ടിയിട്ട്. കുറച്ച് കുരു ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞ് ബോൾസാക്കി പിടിച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളിൽ ചെയ്തൊന്ന് വെച്ചേക്ക് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 വർഷം വേണമെങ്കിലും ഇതിരുന്നോളും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇത് കണ്ടോ. ഈ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പുളി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ടിപ്പും ചെയ്യുന്നത്. അപ്പോൾ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചില സമയത്ത് സാമ്പാറിലോ അല്ല വല്ല തീയിലൊക്കെ വെച്ചിട്ട് പുളി ഇടാൻ മറന്നുപോയി എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇച്ചിരി എടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം വേണം നിർബന്ധമില്ല, പച്ചവെള്ളം എടുക്കരുത്. ചൂടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് മെൽറ്റായി നല്ല പോലെ പുളിയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല പോലെ പുളി ഇതിനകത്തുണ്ടാവും. പിന്നെ അതുമല്ല, ആ സമയത്ത് ഈ ചൂടുവെള്ളത്തിലുള്ള നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിക്കൊന്നും യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കറികളിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. പച്ചവെള്ളത്തിലാണെങ്കിൽ ഒരു പച്ചവെള്ളത്തിന് ചുവയുണ്ടാവും. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ. മൂന്നാമത്തെ ടിപ്പും നമ്മൾ വാളംപുളി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കേട്ടോ വാളംപുളി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുരുവോ തൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കുരുവുണ്ട്. അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ കുരുക്കളൊന്നും ഉണ്ടാകുന്ന നോക്കുക, തൊണ്ടുണ്ടാകുന്ന നോക്കുക, എല്ലാം കളയണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ജാറിന് പോക്കാണ്. ഇതെടുത്തിരിക്കുന്നതെന്ന് വെച്ച് നല്ല തേങ്ങാ വെള്ളമാണ് കേട്ടോ, പുളിച്ച തേങ്ങാ വെള്ളമാണ്. അപ്പോൾ തേങ്ങാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങാ വെള്ളം നിങ്ങളുടെ ഇല്ല എന്ന് വെച്ചാൽ സാരമില്ല, വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഈ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വീണ്ടുന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഒരു 2-2.5 സ്പൂണോളം വേണ്ടി വരും. ആദ്യം നമുക്കൊരു സ്പൂൺ ഒഴിച്ചിട്ട് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് നടക്കാം, നന്നായിട്ട് കുഴയുന്നുണ്ടോയെന്ന്. പോരാത്തത് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി വേണം, അത് പോരാ. അപ്പോൾ നമുക്ക് 1 സ്പൂണും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക.
അപ്പോൾ 1 സ്പൂൺ അരിപ്പൊടി മാത്രം മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട, വേറെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട. അപ്പോൾ ദേ ഇതിനൊരു അല്പം കൂടി നമുക്ക് ഒഴിച്ച് 2.5 സ്പൂണോളം വേണ്ട കേട്ടോ, ഒരു 2.25 സ്പൂൺ അത്രയൊക്കെ മതി. അപ്പോൾ ദേ അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണ് നമ്മുടെ കാൽപാദമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മൾ മീനൊക്കെ വെട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കയ്യിലോട്ട് കുറച്ച് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് കൈ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയാവുമോ നമുക്ക് നോക്കാം. അരിപ്പൊടി ആകുമ്പോൾ നന്നായിട്ട് അരിപ്പൊടിയും പിന്നെ ഈ പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ കളറൊക്കെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ദേ ഞാൻ കയ്യിൽ തേച്ചിട്ടുണ്ട് ഉണ്ടോ, അടിപൊളിയായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കുറച്ച് നേരം വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാനൊന്ന് വാഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇനി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതേ ഇപ്പം നിങ്ങളെ നേരിട്ട് തന്നെ കേട്ടോ കാണിക്കുന്ന അതിൻ്റെ വ്യത്യാസം. നല്ലൊരു ബ്രൈറ്റ്നസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെച്ചിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ, വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകണ്ട. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കൈകളും തമ്മിൽ എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ടിപ്പാണ്. അപ്പോൾ 4ാമത്തെ ടിപ്പിലേക്ക് പോയാലോ. 4th ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ പുളി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ടൈലൊക്കെ കിച്ചണിലോ ബാത്റൂമിൽ ടൈൽസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊടി പിടിക്കുക, അഴുക്ക് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ടൈലിലോട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് കേട്ടോ. അപ്പോൾ വെറുതെ കിറ്റ് മാത്രം പോരാ, നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം കൂടി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഉരയ്ക്കാം. നമുക്കിത് വേണേൽ ഗ്ലൗസ് പോലെ ഇട്ടിട്ടാലും ചെയ്യാം കേട്ടോ. വേറെ ഒരു സാധനവും വേണ്ട, സ്ക്രബ്ബറും വേണ്ട, ഒന്നും വേണ്ട. വളരെ നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല പോലെ അഴുക്ക് പോകുന്നുണ്ട് കേട്ടോ ടൈലിലേക്ക്. നല്ല അടിപൊളി സംഭവമാണ്. നമ്മൾ ഇത് പുളിവെള്ളം തന്നെ എപ്പോഴും എടുക്കണമെന്നൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞതിന് ശേഷം മിച്ചം ഉണ്ടാവില്ലേ, അതിനെ ഒന്ന് കലക്കി എടുത്തിട്ടായാലും അല്ലെങ്കിൽ അതിന് തൊണ്ടൊന്നും ഇല്ലാത്തതാണ് നേരെ മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടും. തേക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അത് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല തിളക്കം കിട്ടുന്നുണ്ട് ടൈലിനൊക്കെ. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല നീറ്റാക്കി എടുക്കാം. കണ്ടോ അടിപൊളിയായിട്ട്. വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, സ്ക്രബ്ബറോ വേറെ ലോഷൻസോ ഒന്നും ഒഴിക്കേണ്ട. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ ടൈൽസ് ബാത്റൂംസ് എന്ത് വേണമെങ്കിലും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ പുളിയുടെ സംഭവം വെച്ചിട്ട്. പുളി ഭയങ്കര എന്താ പറയുക ക്ലീനിങ് ഒരു ഏജൻറ്റാണ്. അപ്പോൾ ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ 4 ടിപ്സ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. പിന്നെ വീഡിയോ ചിലതേ ലൈക്ക് ചെയ്യാൻ മറക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.